സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല 3 ലെയറോട് കൂടിയുള്ള വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ്. ഈ കപ്പ് ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പാണ് കേട്ടോ. ഈ പാല് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് മൂന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കട്ടയില്ലാതെ. ആദ്യത്തെ ലെയർ വാനില ഫ്ലേവറാണ് കേട്ടോ. അതുകൊണ്ട് 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാനൊരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ്ങിന് സെറ്റാക്കി എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്ന് ചൂട് പോയാൽ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രീസറിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാനായി ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതേ പാനിൽ 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ പാൽപ്പൊടി. ഇനി ഇതും അതുപോലെ തന്നെ ഒന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഓണാക്കി പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാപ്പിയാണ് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ഉള്ള നെസ്കാഫിയാണ്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര സ്ട്രോങ് ആയത് കാരണം നല്ല കയ്പ്പ് രസം വരും. ഇനി ഇത് കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്താൽ തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും. ഇനി ആദ്യത്തെ ലെയർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലായി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂട് പോയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറിനായി ഇതേ സെയിം തന്നെ 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ. കാരണം ഞാൻ നേരത്തെ കോഫിക്ക് കുറുക്കി എടുക്കുമ്പോൾ മധുരം കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു സ്പൂണും കൂടി ഇട്ട്. കാരണം അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി കൂട്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറുകി വന്നപ്പോൾ ഞാനൊരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂട് ഒന്ന് പോയതിന് ശേഷം നമ്മൾ ഈ കുറുക്കിയെടുത്ത കൊക്കോ പൗഡറിൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലായി മൂന്നാമത്തെ ലെയറായി ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ 3 ലെയറുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു പുഡിങ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായി കുറച്ച് ബൂസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബൂസ്റ്റിന് പകരം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കൊക്കോ പൗഡറിനൊരു കയ്പ്പ് ടേസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദാമും ചെറിയും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഞാനിടുന്ന വീഡിയോ ആരും കാണുന്നില്ല തോന്നുന്നുണ്ട്. തീരെ വ്യൂസൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.